ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നത് എന്തൊക്കെ പറഞ്ഞാണ്? തങ്ങൾ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ, പുതിയ റോഡുകൾ, പാലങ്ങൾ, ഡിജിറ്റൽ വിപ്ലവം, അല്ലെങ്കിൽ ഭാവിയിലേക്കുള്ള മികച്ച പോളിസികൾ, ഇതൊക്കെ കാണിച്ചായിരിക്കണം സാധാരണയായി വോട്ട് ചോദിക്കേണ്ടത്. എന്നാൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒരു പാർട്ടി തുടർച്ചയായി വിജയിച്ചു കയറുമ്പോൾ നമ്മൾ എന്താണ് വിചാരിക്കുന്നത്? ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കൊണ്ടാണോ, അതോ മികച്ച ഭരണമികവ് കൊണ്ടാണോ, വർഗീയ ധ്രുവീകരണം കൊണ്ടാണോ, അതോ പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ EVM തട്ടിപ്പ് കൊണ്ടാണോ? സത്യത്തിൽ യാഥാർത്ഥ്യം ഇതൊന്നുമല്ലാതെ വളരെ കൃത്യമായ പ്ലാൻ ചെയ്ത മറ്റൊരു തന്ത്രമാണ് ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ലളിതമായി ലീഗലൈസിംഗ് ബ്രൈബറി അല്ലെങ്കിൽ നിയമപരമായ രീതിയിൽ കോഴ നൽകൽ എന്ന് വിളിക്കാം. സർക്കാരിൻ്റെ വെൽഫെയർ സ്കീമുകൾ അല്ലെങ്കിൽ ക്ഷേമ പദ്ധതികൾ എന്ന പേരിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ജനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് പണം എത്തിച്ച് വോട്ടുകൾ സ്വാധീനിക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയ പാറ്റേൺ. ജനാധിപത്യത്തെ തന്നെ ഹൈജാക്ക് ചെയ്യുന്ന ഈ തന്ത്രം മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും ബീഹാറിലും വിജയിച്ചതിനു ശേഷം ഇപ്പോൾ ഇതാ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ ഉത്തർപ്രദേശിലേക്കും എത്തി നിൽക്കുകയാണ്. നമുക്ക് ഈ പാറ്റേൺ വിശദമായി തന്നെ പരിശോധിക്കാം. നമ്മുടെ രാജ്യത്ത് തിരഞ്ഞെടുപ്പുകൾ ന്യായമായി നടത്താൻ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നൊരു ഭരണഘടനാ സ്ഥാപനമുണ്ട്. എന്നാൽ പലരും ഇന്ന് ചോദിക്കുന്നത് ഇത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണോ അതോ ഇലക്ഷൻ കമ്മീഷൻ ഫോർ ഭരണകക്ഷിയാണോ എന്നാണ്. കാരണം കഴിഞ്ഞ കുറച്ചു കാലമായി തിരഞ്ഞെടുപ്പുകൾക്ക് തൊട്ടു മുൻപ് നടക്കുന്ന ഈ സംഭവങ്ങൾ കണ്ടിട്ടും ഇലക്ഷൻ കമ്മീഷൻ പൂർണ്ണ മൗനത്തിലാണ്. ഈ പാറ്റേൺ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. 2023 നവംബറിലാണ് മധ്യപ്രദേശിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടന്നത്. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് സ്റ്റേറ്റ് ഗവൺമെന്റ് മുഖ്യമന്ത്രി ലാഡ്ലി ബെഹന യോജന എന്നൊരു പദ്ധതി ലോഞ്ച് ചെയ്യുന്നു. ഇത് പ്രകാരം 21 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള യോഗ്യരായ സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ വീതം അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തു. തിരഞ്ഞെടുപ്പിൽ ഇത് വലിയൊരു ഗെയിം ചേഞ്ചറായി മാറിയെന്നും വലിയൊരു വിഭാഗം വോട്ടുകൾ ഭരണകക്ഷിയിലേക്ക് സമാഹരിക്കാൻ ഇതിലൂടെ സാധിച്ചെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. മധ്യപ്രദേശിലെ വിജയത്തിന് ശേഷം അടുത്ത ലക്ഷ്യം മഹാരാഷ്ട്രയായിരുന്നു. 2024 ജൂലൈയിൽ മഹാരാഷ്ട്ര സർക്കാർ മുഖ്യമന്ത്രി മാത്സി ലാഡ്കി ബെഹന യോജന കൊണ്ടുവരുന്നു. 21 മുതൽ 65 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 1500 രൂപ വീതം ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ വഴി നൽകി. തെരഞ്ഞെടുപ്പിന് കഷ്ടിച്ച് ഒരു മാസം മുൻപാണ് ഈ ഫണ്ട് ട്രാൻസ്ഫർ നടക്കുന്നത് എന്ന കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനുശേഷം ബീഹാർ അസംബ്ലി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുൻപ് മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ യോജന എന്ന പേരിൽ മറ്റൊരു സ്കീം വരുന്നു. ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി ഏകദേശം 1.5 കോടിയോളം വരുന്ന സ്ത്രീകൾക്ക് ആദ്യ ഗഡുവായി 1000 വീതമാണ് നേരിട്ട് അക്കൗണ്ടുകളിലേക്ക് അയച്ചത്. ഇത്രയും സ്കീമുകൾ വിവിധ സംസ്ഥാനങ്ങളിലായി നടപ്പിലാക്കി. ഇനി ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കാം. തിരഞ്ഞെടുപ്പ് കാലത്ത് ഒരാളുടെ വീട്ടിൽ നേരിട്ട് ചെന്ന് കൈക്കൂലിയായി പണം നൽകി ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുന്നതും തിരഞ്ഞെടുപ്പിന് ഒരു മാസം മുൻപ് സർക്കാരിൻ്റെ ഔദ്യോഗിക ഫണ്ടിൽ നിന്ന് വോട്ടർമാരുടെ അക്കൗണ്ടിലേക്ക് പണം അയച്ചു കൊടുക്കുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം? ഇതൊക്കെ കേൾക്കുന്ന നമ്മൾക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നില്ല. ഇത്രയും വലിയ തുകകൾ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മുൻപ് അക്കൗണ്ടുകളിലേക്ക് എത്തുമ്പോൾ അത് വോട്ടർമാരുടെ തീരുമാനത്തെ സ്വാധീനിക്കുമെന്ന് സാധാരണക്കാർക്ക് പോലും മനസ്സിലാകും. എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷന് ഇത് മനസ്സിലാകാത്തത്? ഇപ്പോൾ ഇതേ പാറ്റേൺ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ ഉത്തർപ്രദേശിലേക്കും വ്യാപിപ്പിക്കാൻ പോവുകയാണ്. 2027 ഫെബ്രുവരിയിലാണ് ഉത്തർപ്രദേശിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഇതിന്റെ ഭാഗമായി യോഗി ആദിത്യനാഥ് സർക്കാർ സ്ത്രീകൾക്കായി 50,000 ക്യാഷ് ഡെപ്പോസിറ്റ് സ്കീം പരിഗണിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. 1000-ഓ 10,000-ഓ അല്ല, ഭീമമായ 50,000 രൂപയുടെ സ്കീം. ഇതെങ്ങനെയാണ് നടപ്പിലാക്കാൻ പോകുന്നത്? ഒന്നാം ഗഡു തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് 20,000 വോട്ടർമാരുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ടെത്തും. ബാക്കി തുക തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം 3 ഗഡുക്കളായി 10,000 വീതം വെച്ച് 30,000 രൂപ നൽകും. ഇവിടെ വളരെ കൃത്യമായ ഒരു പൊളിറ്റിക്കൽ ടാർഗറ്റിംഗ് ഉണ്ട്.
ഈ പദ്ധതി ബാഹ്യമായി സ്ത്രീകളെ മാത്രമാണ് ലക്ഷ്യമിടുന്നത് എന്ന് തോന്നാമെങ്കിലും ഒരു കുടുംബത്തിലെ സ്ത്രീയുടെ അക്കൗണ്ടിലേക്ക് 20,000 രൂപ എത്തുമ്പോൾ അത് ആ വ്യക്തിയെ മാത്രമല്ല, ആ മുഴുവൻ കുടുംബത്തിൻ്റെയും വോട്ടിംഗ് രീതിയെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒന്നാണ്. ഇങ്ങനെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വൻ തുകകൾ അക്കൗണ്ടിലേക്ക് നൽകിയാൽ പിന്നെ ജനാധിപത്യപരമായ മത്സരത്തിന് എവിടെയാണ് പ്രസക്തി? ഇനി ഇതിന്റെ മറുപുറം നോക്കാം. പണം കൊടുത്ത് വോട്ട് വാങ്ങാൻ ശ്രമിക്കുമ്പോഴും സംസ്ഥാനത്തെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ സർക്കാർ എത്രത്തോളം സുതാര്യമാണ്? UPയിലെ ഓപ്പറേഷൻ കായ്കൽപ്പ് വഴി സർക്കാർ സ്കൂളുകളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അവകാശപ്പെടുന്നു. സ്മാർട്ട് ക്ലാസ് റൂമുകൾ, ഡിജിറ്റൽ ലൈബ്രറികൾ, പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പ്രത്യേക ടോയ്ലറ്റുകൾ, യൂണിഫോം, ഷൂസ് എന്നിവയെല്ലാം നൽകിയെന്നും ആർക്കും ധൈര്യമായി വന്ന് ഫോട്ടോയോ വീഡിയോയോ എടുക്കാമെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഇത് പറഞ്ഞ് വെറും 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? 2026 ഓഗസ്റ്റിൽ അയോധ്യ ഡിസ്ട്രിക്ട് ബേസിക് എഡ്യൂക്കേഷൻ ഓഫീസർ ഒരു പ്രത്യേക സർക്കുലർ പുറപ്പെടുവിക്കുന്നു. യൂട്യൂബർമാർക്കോ കണ്ടന്റ് ക്രിയേറ്റർമാർക്കോ മാധ്യമപ്രവർത്തകർക്കോ മുൻകൂർ അനുമതിയില്ലാതെ സ്കൂളുകളിൽ പ്രവേശിക്കാനോ വീഡിയോ എടുക്കാനോ അനുവാദമില്ല. അടുത്തത്, സ്കൂളുകളിലെ കുട്ടികളുടെയോ അധ്യാപകരുടെയോ അവസ്ഥ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാൻ പാടില്ല. ചുരുക്കി പറഞ്ഞാൽ മുഖ്യമന്ത്രി അവകാശപ്പെട്ട വികസനം ഒന്നും അവിടെ ഇല്ലെന്ന് മാധ്യമങ്ങളും യൂട്യൂബർമാരും കണ്ടെത്തി വീഡിയോ ചെയ്യും എന്നുറപ്പായപ്പോൾ സർക്കുലർ ഇറക്കി വിലക്കേർപ്പെടുത്തി. മുൻപ് രാജസ്ഥാനിലും സമാനമായ രീതിയിൽ സ്കൂളുകളിൽ വീഡിയോ എടുക്കുന്നത് തടയാൻ പോക്സോ കേസ് വരെ ചുമത്തുന്ന മുന്നറിയിപ്പോടെ ഉത്തരവിറക്കിയിരുന്നു. സ്വന്തം സ്കൂളുകളുടെ ദയനീയ അവസ്ഥ മറച്ചുവെക്കാൻ സർക്കുലറുകൾ ഇറക്കുക, അതേസമയം തിരഞ്ഞെടുപ്പ് ജയിക്കാൻ ജനങ്ങൾക്ക് പണം നൽകുക. ഇതാണ് ഇന്നത്തെ രാഷ്ട്രീയ അവസ്ഥ. സർക്കാരുകൾ ചെയ്യേണ്ടത് എന്താണ്? രാജ്യത്തെ ജനങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുക, മികച്ച ആരോഗ്യ സൗകര്യങ്ങൾ ഒരുക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, മികച്ച പോളിസികൾ നടപ്പിലാക്കുക. അതിനുശേഷം ആ ഭരണമികവ് കണ്ടുകൊണ്ട് ജനങ്ങൾ സ്വമേധയാ വോട്ട് ചെയ്യട്ടെ. അല്ലാതെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് അക്കൗണ്ടിലേക്ക് പണമയച്ച് വോട്ടർമാരെ സ്വാധീനിക്കുന്നതും പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുന്നവരെ തടയുന്നതും ആരോഗ്യകരമായ ഒരു ജനാധിപത്യത്തിന് ചേർന്നതാണോ? തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കുന്ന ഇത്തരം സൗജന്യ പദ്ധതികളെക്കുറിച്ചും ക്ഷേമ പദ്ധതികൾ എന്ന പേരിലുള്ള പണം വിതരണത്തെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.